നമസ്കാരം. ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയ്ക്കിടെ പാർട്ടി ഗ്രാമത്തിലെ സംഘാടക സമിതി ചെയർമാന്റെ നേതൃത്വത്തിൽ തീർത്ഥാടന യാത്ര പോയത് വിവാദമാകുന്നു. ഗുരുതരമായ കൃത്യവിലോപം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനിതാ നേതാവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ നീക്കം. CPM വനിതാ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 7 CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 30ഓളം പേരാണ് തീർത്ഥാടന യാത്രയ്ക്ക് പോയത്. മനുഷ്യച്ചങ്ങലയ്ക്ക് ദേശീയപാതയോരത്ത് ആളുകളെ എത്തിക്കേണ്ട ചുമതലയുള്ള വനിതാ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു തീർത്ഥയാത്ര. പാർട്ടി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ ഭാര്യ കൂടിയാണിവർ. ഇതോടെയാണ് സംഘാടക സമിതി ചെയർമാന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല നടക്കുന്ന ദിവസം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീർത്ഥയാത്ര പാർട്ടിയിൽ വിവാദമായത്. ഇതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകരും അനുഭാവികളും രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിൽ ചൂടേറിയ ചർച്ചയായി മാറി. പഞ്ചായത്ത് പ്രസിഡന്റായ നേതാവ് അറിയാതെ ഭാര്യ തീർത്ഥയാത്രയ്ക്ക് പോകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമാണ് ഉയരുന്നത്. പാർട്ടി നേതൃത്വം യാത്ര മാറ്റിവെക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് അവഗണിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. വെള്ളിയാഴ്ച വൈകുന്നേരം തീർത്ഥയാത്രയ്ക്ക് പോയ സംഘം തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളായിരുന്നു സന്ദർശിച്ചത്. അതേസമയം ഇന്ന് നടന്ന മനുഷ്യച്ചങ്ങലയിൽ ചലച്ചിത്ര താരങ്ങളായ സന്തോഷ് കീഴാറ്റൂർ, ഗായത്രി വർഷ, സന്തോഷ് ട്രോഫി താരം മിഥുൻ തുടങ്ങിയവർ ചങ്ങലയിൽ അണിനിരന്നു. തലശ്ശേരിയിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം നൽകി. കേരള ബ്ലാസ്റ്റേഴ്സ് താരം CK വിനീത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. CITU തൊഴിലാളികൾ, BD തൊഴിലാളികൾ, തൊഴിലുറപ്പ് കുടുംബശ്രീക്കാർ, സഹകരണ സംഘം ജീവനക്കാർ, അധ്യാപകർ, സർവീസ് സംഘടനാ പ്രവർത്തകർ, വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. പ്രത്യേക വാഹനങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്നും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാവാൻ 10,000 ദേശീയപാതയോരത്ത് എത്തിയത്. ദേശീയപാതയില്ലാത്ത വയനാട്, ഇടുക്കി ജില്ലകളിൽ പ്രതീകാത്മക മനുഷ്യച്ചങ്ങലയാണ് സൃഷ്ടിച്ചത്.